നമസ്കാരം, ഞാൻ ശങ്കർ ഹമഗിരി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. ദിലീപ് അറസ്റ്റിൽ, നാദിർ ഷാ കസ്റ്റഡിയിൽ. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് അറസ്റ്റിൽ. സുഹൃത്ത് നാദിർ ഷാ പോലീസ് കസ്റ്റഡിയിൽ നിന്നും സൂചന. സംഭവത്തിന് പിന്നിലെ ഗൂഢാലോചനയിൽ ദിലീപിന്റെ പങ്ക് വ്യക്തമായതായി അന്വേഷണ സംഘം. അറസ്റ്റ് ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിന്നും വിവരം. ദിലീപിന്റെ അറസ്റ്റിലേക്ക് വഴിതെളിച്ച അന്വേഷണത്തിൽ നിർണായകമായത് പ്രതി പൾസർ സുനിയുടെ വെളിപ്പെടുത്തലുകൾ. ഇന്ന് രാവിലെ മുതൽ ആലുവ പോലീസ് ക്ലബ്ബിൽ ദിലീപ് കസ്റ്റഡിയിലായിരുന്നതായും സൂചന. നടന്റെ അറസ്റ്റ് വിവരം സ്ഥിരീകരിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസും DGP. അറസ്റ്റിലായ ദിലീപിനെ ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. വൈകിട്ട് 6:30 ദിലീപിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് 10 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം. നടിയെ ആക്രമിക്കാനുള്ള ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ദിലീപിന്റെ വ്യക്തിവിരോധമെന്ന പോലീസിന്റെ സ്ഥിരീകരണം. ഗൂഢാലോചന കേസിൽ ദിലീപിനെതിരെ ഏറ്റവും ശക്തമായ തെളിവായത് ടെലിഫോൺ രേഖകളെന്ന് അന്വേഷണ സംഘം. ഗൂഢാലോചനയ്ക്ക് തുടക്കമിട്ടത് 4 വർഷം മുൻപെന്നും നേരത്തെ 2 തവണ നടിയെ ആക്രമിക്കാൻ പദ്ധതിയിട്ടിരുന്നതായും അന്വേഷണത്തിൽ കണ്ടെത്തൽ. കള്ളം പൊളിച്ച അന്വേഷണം. സിനിമാ ലോകത്തെ ഞെട്ടിച്ച് ദിലീപിന്റെ അറസ്റ്റിലേക്ക് വഴിതെളിച്ചത് പ്രതി നൽകിയ നിർണായക വിവരങ്ങൾ. റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളല്ല, വ്യക്തിവിരോധമാണ് ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്ന് സ്ഥിരീകരണം. ദിലീപും സുഹൃത്തും ആക്രമണത്തിന് പദ്ധതിയിട്ടത് കൊച്ചിയിൽ MG റോഡിലെ ഹോട്ടൽ മുറിയിൽ വെച്ച്. മുഴുവൻ തെളിവുകളും സ്ഥിരീകരിച്ചതിന് ശേഷമാണ് അറസ്റ്റെന്നും സുനിയെ ചോദ്യം ചെയ്തപ്പോൾ കിട്ടിയത് നിർണായക വിവരങ്ങളെന്നും പോലീസ്. സംഭവത്തിൽ പ്രതികരിക്കാനില്ലെന്ന് നടിയുടെ കുടുംബം. ഇപ്പോഴത്തെ അറസ്റ്റിൽ പോലീസിന് അഭിമാനിക്കത്തക്കതായി ഒന്നുമില്ലെന്ന് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. നേരത്തെ 13 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിൽ ദിലീപ് നൽകിയ മൊഴികളിൽ പലതും കളവെന്ന് വെളിപ്പെട്ടതായി അന്വേഷണ സംഘം. പൾസറുമായി പരിചയമില്ലെന്ന ദിലീപിന്റെ വാദം പൊളിച്ച അന്വേഷണ സംഘം ഇയാളുമായി നടന് അടുത്ത ബന്ധമുണ്ടായിരുന്നതായി തെളിവുകൾ നിരത്തി. ഗൂഢാലോചനയിൽ പങ്കാളിയായ നാദിർ ഷയുടെ അറസ്റ്റ് രാത്രി തന്നെ രേഖപ്പെടുത്തുമെന്നും റിപ്പോർട്ട്. കടം തീർക്കാൻ പുതിയ കടം. കടമെടുത്ത് കടം വീട്ടാൻ കണക്കുകൾ കൂട്ടിക്കിഴിച്ച് KSRTC. സർക്കാർ ജാമ്യത്തിൽ 300 കോടിയുടെ പുതിയ വായ്പയ്ക്ക് കോർപ്പറേഷൻ ശ്രമം തുടങ്ങിയതായി സൂചന. കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്കിൽ നിന്ന് കഴിഞ്ഞ മാസം എടുത്ത 100 കോടി ഉൾപ്പെടെയുള്ള ബാധ്യതകൾ ഈ തുകയിൽ നിന്ന് തിരിച്ചടയ്ക്കാനും ആലോചന. 300 കോടിയുടെ കടം കോർപ്പറേഷൻ പ്രതീക്ഷിക്കുന്നത് തിരുവനന്തപുരം കാർഷിക വികസന ബാങ്കിൽ നിന്നെന്ന് റിപ്പോർട്ട്. ഇതിനായി ബാങ്കിന് നബാർഡിൽ നിന്ന് വായ്പ എടുക്കാനുള്ള ജാമ്യപരിധി ഉയർത്തി നൽകും. ഇത്തരത്തിൽ അധികം ലഭിക്കുന്ന തുകയിൽ നിന്ന് KSRTCക്ക് വായ്പാ തുക ലഭിക്കുമെന്ന് പ്രതീക്ഷ. കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്കിൽ നിന്ന് 100 കോടി കടമെടുത്തത് വിവാദമായ സാഹചര്യത്തിൽ ബാധ്യത എത്രയും വേഗം തീർക്കാൻ കോർപ്പറേഷന് മേൽ സമ്മർദ്ദം. നിലവിൽ ഈ ബാധ്യതയുടെ തിരിച്ചടവ് പയ്യന്നൂർ ഡിപ്പോയുടെ വരുമാനം ഉപയോഗിച്ച് പ്രതിദിനം എന്ന നിലയിൽ. തിരിച്ചടവിലെ ഈ അസൗകര്യമാണ് പുതിയ നീക്കത്തിന് പിന്നിലെന്നും സൂചന. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.